പ്രോഡക്റ്റിലേക്ക് വരാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തൊരു കേസുണ്ട് പണ്ട്, ഞാൻ സ്കൂൾ കുട്ടിയായ സമയത്ത്. അത് മാത്രമാണല്ല ഇതിൻ്റെ കാര്യം, സാഹചര്യമാണ്, സർക്കംസ്റ്റാൻസസ് മേഡ് മീ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് മൈ മദർ വാസ് സ്ട്രോങ്ലി ഡയഗ്നോസ് വിത്ത് ക്യാൻസർ. ഷീ ഹാഡ് ടു അണ്ടർഗോ കീമോ. ഈ അന്ന് കാലത്ത് റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ എക്സസീവ് ഡോസ് കൊടുത്തു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായില്ല. അപ്പം അവരുടെ ഡോക്ടറുടെ നിഗമനത്തിൽ അമ്മ മരിച്ചു പോകേണ്ടതാണ്. അമ്മ മരിച്ചു പോയതുകൊണ്ട് ക്യാൻസർ അല്ല എന്നവർക്ക് തോന്നിയിട്ട് എക്സസീവ് റേഡിയേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്ന് കുറച്ച് അമ്മ രക്ഷപ്പെട്ടു വന്നതാണ്. അത് റോങ് ഡയഗ്നോസ് എന്ന് പറയാൻ കാരണം അന്ന് പാത്തോളജി ചെയ്ത് വേറൊരാൾക്ക് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ ആൾ മരിച്ചു പോവുകയും ചെയ്തു. അമ്മയ്ക്ക് ആ ഒരു ബയോപ്സി സാമ്പിളിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പറ്റിയതെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ സംഭവം എത്ര കൊല്ലം മുന്നേ അത് ഞാൻ സ്കൂളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മസ്റ്റ് ബി 1965. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഏർലി സ്റ്റേജസ് ഓഫ് ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ലേറ്റ് ആണെങ്കിലും അറിയാൻ പറ്റും, ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും. ഫുള്ളി ബ്ലോൺ ക്യാൻസർ ആണെങ്കിലും അറിയാൻ പറ്റും. അതിനൊന്നും ഇത് കാര്യമില്ല. അത് വെച്ച് ഡോക്ടേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് ഈസിയാണ്. ഏർലി സ്റ്റേജിൽ എവിടെ നിന്ന് ബയോപ്സി എടുക്കണമെന്ന് അത് ക്യാൻസർ ആണോ എന്ന് നിർണ്ണയിക്കാനുള്ളതിന് സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന ഉപകരണം. ഒരു സ്ക്രീനിങ് ടൂളായിട്ട് ബേസിക്കലി ഉപയോഗിക്കാൻ പറ്റും. NGOസിലൊക്കെ കൊണ്ടുപോയി ലാർജ് സ്കെയിൽ സ്ക്രീനിങ് ക്യാമ്പിലൊക്കെ കൊണ്ടുവച്ച് ചെയ്യാം. ഡെന്റൽ കോളേജിൽ ചെയ്യാൻ പറ്റും. അവിടെ OPDയിലേക്ക് ആൾക്കാർ വരുമ്പോൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ നല്ലതാണ്.